ആശുപത്രിയിലെ മുകളിലത്തെ നിലയിലെ ആ മുറിയിൽ രോഗാതുരയായി കിടന്ന അവളെ കണ്ട ശേഷം ഞാൻ തിരിച്ചു ഭാര്യയുടെ മുറിയിലെത്തി. തന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മടങ്ങുന്നതിന്റെ ഉത്സാഹത്തിലായിരുന്നു അവൾ. അവളോട് പറഞ്ഞു, "നീ എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കേണ്ടതുണ്ടായിരുന്നില്ല." അവൾ ചൊടിച്ചു, "ഞാൻ പറഞ്ഞയച്ചതാണല്ലേ? ആ സ്ത്രീ മുകളിലത്തെ നിലയിലെ ഒരു മുറിയിൽ ചികിത്സയിലുണ്ട്, വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞതല്ലേയുള്ളൂ. സ്വന്തം ഇഷ്ടമനുസരിച്ച് കാണാൻ പോയിട്ട് ഇപ്പൊ എനിക്കായോ പഴി? എന്താ, പഴയ കൂട്ടുകാരി തിരിച്ചറിയാൻ കൂട്ടാക്കിയില്ലേ? ഇറക്കി വിട്ടോ? എന്തു പറ്റി?" മറുപടിയുടെ അവസാന ഭാഗം അവ്യക്തമായിരുന്നിട്ടും പ്രകോപിതനായില്ല. അതിനുള്ള യാതൊരു മാനസികാവസ്ഥയും ഉണ്ടായിരുന്നതുമല്ല. ഒട്ടൊരാത്മകഥം പോലെ പറഞ്ഞതേയുള്ളൂ. മഹാരോഗങ്ങൾ പിടിപെട്ട് കിടക്കുന്നവരെ ആരെയും കാണുന്നത് സുഖമുള്ള ഏർപ്പാടല്ലല്ലോ, പരിചയമുള്ളവരെ പ്രത്യേകിച്ചും. ഭാര്യ അർത്ഥസൂചകമായി വീണ്ടും തൊടുത്തു. "വെറും പരിചയമല്ലേ? കുറെ നേരമായല്ലോ പോയിട്ട്. എന്താ, പണ്ടത്തെ കഥകളും ഓർമ്മകളുമൊക്കെ പങ്കിട്ട് വീണ്ടും പഴയ കോളേജ് ചെക്കനായി മാറിയോ? എല്ലാം വീണ്ടും ആരംഭിച്ചു കളയാമെന്ന് തോന്നുന്നുണ്ടോ?" ഒന്നും പറയുവാൻ തോന്നിയില്ല. വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. "നീ പോയി കണ്ടു, പരിചയപ്പെട്ടു, ധാരാളം സംസാരിച്ചു, വേണ്ടതും വേണ്ടാത്തതും പറയുകയും കേൾക്കുകയും ചെയ്തു ഇല്ലേ? ഉറ്റമിത്രങ്ങളായി പിരിയുകയും ചെയ്തിരിക്കുന്നു ഇല്ലേ?" ചോദിച്ചില്ല. ഒന്നും പറയാതെ ചോദ്യഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. "പഴയ കോളേജ് ചെക്കനായിരുന്നോ? എന്താ നീ ചോദിച്ചത്? ഇത് യന്ത്രത്തിന്റെയും മൃഗത്തിന്റെയും ഒന്നും കാര്യമല്ലല്ലോ. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണത നിറഞ്ഞ അവസ്ഥാവിശേഷങ്ങളല്ലേ. അവിടെ നാം എന്താകണം, ആരാകണം എന്നൊക്കെ നിശ്ചയിക്കുവാൻ നമ്മൾ ആരാണ്? ഏതോ അജ്ഞാത ശക്തി വിശേഷങ്ങൾ നമ്മെ ഓരോ അവസ്ഥയിൽ ഓരോന്നാക്കി മാറ്റുന്നു. നാം ഉദ്ദേശിക്കാത്തത് പറഞ്ഞു പോകുന്നു, പ്രവർത്തിച്ചു പോകുന്നു. അതിൻ്റെ അനുഗ്രഹാശിസ്സുകളും അശനിപാതങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്നു. യുക്തിക്കും അപഗ്രഥനത്തിനും ഇവിടെ എന്തു പ്രസക്തി? നിനക്ക് തന്നെ അവളെ പോയി കാണുവാൻ തോന്നിയത് എന്താണ്? അറിയാതെ അടുപ്പം തോന്നിയതുകൊണ്ടാണ്. പരസ്പര വിശ്വാസത്തിൽ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയത് എന്താണ്? ഒടുവിൽ, വളരെ ഒടുവിൽ, പതുക്കെ അനുകമ്പയോ ആത്മതാപമോ സ്വന്തം അന്ധകരണത്തിൽ തന്നെ വേദനയോ ഒക്കെ കലർന്ന വാക്കുകളിൽ ചോദിച്ചു, "അവളുടെ രോഗം എന്തെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേ?" ലേശം അമ്പരപ്പോടെ ഭാര്യ പറഞ്ഞു, "അർബുദം എന്ന് സംശയിച്ച് യൂട്രസ് ഓപ്പറേഷൻ നടത്തി. എല്ലാം മാറിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്." വിശദീകരിക്കേണ്ടി വന്നു. "അതുമാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ മാറിടത്തിലൊന്ന് നീക്കിക്കഴിഞ്ഞിരുന്നത്രേ. ഇതിപ്പോൾ രണ്ടാമത്തെയാണ്. ഞാൻ ഒരു സ്ത്രീ അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്." തുടർന്ന് പറഞ്ഞ കാര്യം മനഃപൂർവ്വം പറഞ്ഞില്ല. വേണ്ട, അത് പറയാതിരിക്കുകയാണ് നല്ലത്. ഭാര്യയുടെ മുഖം വല്ലാതെ മങ്ങുന്നതും നേരത്തെ പറഞ്ഞുപോയ വാക്കുകളിലും അത് പറഞ്ഞ രീതിയിലും പശ്ചാത്തപിക്കുന്നത് പോലെയുള്ള ഭാവം പരക്കുന്നതും കണ്ടു. വളരെ സങ്കടം നിറഞ്ഞ വാക്കുകളിലാണ് പറഞ്ഞത്. "കഷ്ടം, ഞാൻ അറിഞ്ഞില്ലേട്ടോ. ഓരോ വിധിവിലാസം, ഓരോരുത്തർക്ക് ഈശ്വരൻ നൽകുന്ന പരീക്ഷണങ്ങൾ." ഭർത്താവിന്റെ മുഖത്തെ നിറമാറ്റവും ഭാവവ്യത്യാസവും കണ്ട് വിഷയം മാറ്റി പറഞ്ഞു, "ഉച്ച കഴിഞ്ഞു. വേഗം വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കൂ. നാളെ നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകേണ്ടതല്ലേ? വളരെ ദൂരം വണ്ടി ഓടിക്കേണ്ടതല്ലേ?" ശരിയായിരുന്നു. അപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അതുതന്നെയായിരുന്നു. ഭക്ഷണം വേണമെന്നുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും പോയി ഒരേകാന്തതയെ കണ്ടുപിടിച്ച് സ്വന്തം മനസ്സിനെ സാന്ത്വനപ്പെടുത്തുക.